തദ്ദേശ തിരഞ്ഞെടുപ്പിൽ പയ്യന്നൂർ നഗരസഭയിലേക്ക് വിജയിച്ച ജനപ്രതിനിധികളുടെ സത്യപ്രതിജ്ഞ ചടങ്ങാണ് ഗാന്ധി പാർക്കിൽ വെച്ച് നടക്കുന്നത്. ഇലക്ഷൻ കമ്മീഷൻ നിർദ്ദേശിച്ച പ്രകാരമുള്ള ഔദ്യോഗിക ചടങ്ങിൽ വെച്ചാണ് വിജയിച്ച കൗൺസിലർമാർ സത്യപ്രതിജ്ഞ നടത്തുന്നത്. 46 വാർഡുകളാണ് പയ്യന്നൂർ നഗരസഭയിലുള്ളത്. ഞായറാഴ്ച രാവിലെ 10 മണിയോടെ ചടങ്ങ് ആരംഭിച്ചു. നിയമാനുസരണം നടപ്പാക്കിയ ഇന്ത്യൻ ഭരണഘടനയോട് യഥാർത്ഥമായ വിശ്വാസവും കൂറും പുലർത്തുമെന്നും മമതയോ വാത്സല്യമോ വിദ്വേഷമോ കൂടാതെ ഔദ്യോഗിക കർത്തവ്യങ്ങൾ യഥാവിധിയായും വിശ്വസ്തയോടും പരമാവധി കഴിവും അറിവും വിവേചനാശക്തിയും ഉപയോഗിച്ചുകൊണ്ട് നിർവഹിക്കുമെന്ന് ഓരോ ജനപ്രതിനിധികളും ദൃഢപ്രതിജ്ഞ ചെയ്തു. പയ്യന്നൂർ മുനിസിപ്പൽ കൗൺസിലിലെ കൗൺസിലറായി തിരഞ്ഞെടുക്കപ്പെട്ട അഡ്വക്കേറ്റ് സൈദു ശശി എന്ന ഞാൻ നിയമാനുസരണം നടപ്പിലാക്കിയ ഇന്ത്യൻ ഭരണഘടനയോട് യഥാർത്ഥമായ വിശ്വാസവും ഊറും പുലർത്തുമെന്നും ഭയാസമയോ മമതയോ വാത്സല്യമോ വിദ്വേഷമോ കൂടാതെ ഞാൻ എൻ്റെ ഔദ്യോഗിക കർത്തവ്യങ്ങൾ യഥാവിധിയായും വിശ്വസ്തയോടും എൻ്റെ പരമാവധി കഴിവും അറിവും വിവേചനശക്തിയും ഉപയോഗിച്ചുകൊണ്ട് നിർവഹിക്കുമെന്ന് ദൃഢപ്രതിജ്ഞ ചെയ്യുന്നു. 46-ാം വാർഡ് സ്ഥാനാർത്ഥി VK നിഷാദ് സത്യപ്രതിജ്ഞ ചെയ്യാനെത്തിയിരുന്നില്ല. മറ്റൊരു ദിവസം ഔദ്യോഗികമായി സത്യപ്രതിജ്ഞ നടത്തും. വിവിധ രാഷ്ട്രീയ കക്ഷി നേതാക്കൾ, മുതിർന്ന ജനപ്രതിനിധികൾ, ഉദ്യോഗസ്ഥർ, പൊതുജനങ്ങൾ എന്നിവരുടെ സാന്നിധ്യം ചടങ്ങിലുണ്ടായിരുന്നു. പയ്യന്നൂർ മുനിസിപ്പൽ കൗൺസിലിലെ കോട്ടയ കൃഷ്ണൻ വാർഡ് 37 താഴേരി ഈസ്റ്റ് കൗൺസിലിലെ പയ്യന്നൂർ മുനിസിപ്പൽ കൗൺസിലിലെ കൗൺസിലറായി തിരഞ്ഞെടുക്കപ്പെട്ട പയ്യന്നൂർ മുനിസിപ്പൽ കൗൺസിലിലെ കൗൺസിലറായി തിരഞ്ഞെടുക്കപ്പെട്ട ശ്രീജ AK എന്ന ഞാൻ തിരഞ്ഞെടുക്കപ്പെട്ട PP ഷെരീഫ് എന്ന ഞാൻ തിരഞ്ഞെടുക്കപ്പെട്ട ഇതോടെ സത്യപ്രതിജ്ഞാ ചടങ്ങ് ഇവിടെ പൂർത്തിയായിരിക്കുകയാണ്. ഔദ്യോഗികമായി പയ്യന്നൂർ നഗരസഭയിൽ പുതിയ ഭരണസമിതി ഇവിടെ അധികാരമേറ്റിരിക്കുകയാണ്. ജനങ്ങൾ നൽകിയ വിശ്വാസം സുതാര്യവും വികസനോന്മുഖവുമായി പുതിയ ഭരണസമിതിക്ക് ഭരിക്കാൻ സാധിക്കുമെന്ന് തന്നെയാണ് പ്രതീക്ഷ. ക്യാമറമാൻ പവിത്രൻ കണ്ടൂത്തിനൊപ്പം അഞ്ജലി ലക്ഷ്മണൻ, നെറ്റ്വർക്ക് ന്യൂസ്.